ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ യൂണിയനെ പറ്റി പഠിക്കുന്നു. ഈ സ്ട്രക്ചറും യൂണിയനും രണ്ടും സെയിം തന്നെയാണെന്ന് പറയാം. ഒരേപോലെ തന്നെയാണ് അത് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ ഒരേപോലെ തന്നെയാണ്, ഉപയോഗം ഒരേപോലെ തന്നെയാണെന്ന് പറയാം. പക്ഷേ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് വലിയൊരു ഡിഫറൻസ് ആണ് എന്ന് തന്നെ പറയാം. ആ ഒരു ചെറിയൊരു ഡിഫറൻസ് കൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ മാറ്റം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിന് വേണ്ടി എന്താണോ പഠിച്ചത് അതുപോലെ തന്നെ നമുക്ക് യൂണിയനും പഠിക്കാം. കാരണം ബേസിക്കലി രണ്ടും ഒന്നാണെന്ന് പറഞ്ഞല്ലോ. ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ ചെറിയ ഡിഫറൻസ് തന്നെ വലിയൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ അതും എന്താണെന്നും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നോക്കുക, യൂണിയൻ എന്താണ് യൂണിയൻ എന്ന് നമുക്ക് ആദ്യം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ പല ഡാറ്റ ടൈപ്പിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിനെ ഒരു പർട്ടിക്കുലർ സിംഗിൾ നെയിം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിളിനെ ഒരു സിംഗിൾ മോഡ്യൂളായിട്ട് അല്ലെങ്കിൽ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ഞാൻ ഈ കാണിച്ചിരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനും സെയിം ഡെഫിനിഷൻ തന്നെയായിരുന്നു, മാറ്റമൊന്നുമില്ല. സ്ട്രക്ചറിനും ഇതേ ഡെഫിനിഷൻ തന്നെയായിരുന്നു. സ്ട്രക്ചർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് റെപ്രസെൻറ്റ് ബൈ എ സിംഗിൾ നെയിം എന്ന് തന്നെയാണ് ഞാൻ ആ സ്ലൈഡിൽ കാണിച്ചത്. ഇവിടെ സ്ട്രക്ചർ എന്ന് പേര് മാറ്റി യൂണിയൻ എന്ന് ഇട്ട് കൊടുത്ത് മാത്രമേ ഉള്ളൂ. യൂണിയനും ആ സെയിം സംഭവം തന്നെയാണ്, സെയിം ലോജിക്ക് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ്. ആ പേര് മാറി എന്നേ ഉള്ളൂ. സ്ട്രക്ചറിന് പകരം യൂണിയൻ എന്ന പേര് അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ പല ഡാറ്റ ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് വേരിയബിൾസിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതേ എക്സാമ്പിൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് യൂണിയനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ആ ഡാറ്റാബേസിലേക്ക് ഓരോ ബുക്കിൻ്റെയും ഇത്രയും ഡാറ്റ നമുക്ക് സേവ് ചെയ്യണം. ഈ 5 ഡാറ്റ വീതം നമുക്ക് ഓരോ ബുക്കിനും സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഒരു ലൈബ്രറിയിൽ 1000 ബുക്സ് ഉണ്ടെങ്കിൽ ആ 1000 ബുക്സിൻ്റെ ഇത്രയും ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത്രയും ഡാറ്റയെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ നമ്മൾ സ്ട്രക്ചറിന് പകരം ഒരു യൂണിയനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓരോ യൂണിയനിലും ഈ ഓരോ ബുക്കിൻ്റെയും ഇത്രയും ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓരോന്നും ഓരോ ഡാറ്റ ടൈപ്പിലാണ്. ഈ ഓരോ നമുക്ക് ഇതിനെ ഓരോ വേരിയബിൾസ് എന്ന് പറയാം, വേരിയബിൾസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ വേരിയബിൾസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓരോന്നും ഓരോ ഡാറ്റ ടൈപ്പിലാണ്. ഇപ്പോൾ ബുക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്ട്രിങ് ഡാറ്റയാണ്, അത് പേരായിരിക്കുമല്ലോ, അത് ബുക്കിൻ്റെ പേരായിരിക്കും, അത് സ്ട്രിങ് ഡാറ്റയാണ്. അതേപോലെ തന്നെ ഓതറിൻ്റെ നെയിമും ഒരു സ്ട്രിങ് ഡാറ്റ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ക്യാരക്ടർ അറേ ആയിട്ടായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ എത്ര പേജസ്, നമ്പർ ഓഫ് പേജസ്, അതൊരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. എഡിഷൻ ഇയർ ഏതാണെന്ന് അതൊരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. പിന്നെ പ്രൈസ്, അത് നമ്മൾ സാധാരണ ഡെസിമൽ പോയിൻ്റ് ഉള്ള ഒരു, അതായത് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല ഡാറ്റ ടൈപ്പിലുള്ള പല വേരിയബിൾസിനെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതേ സെയിം എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂണിയനും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പം നോക്കാം, ഞാൻ ആദ്യം ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് ഇത് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിപ്പം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പിളാണ്, സിൻറ്റാക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കൺസിഡർ ചെയ്യുന്ന അതേ എക്സാമ്പിൾ വെച്ച് സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഈ സ്ട്രക്ചർ എന്ന വേർഡ് ഉപയോഗിച്ചാണ് സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന വേർഡ് ചെയ്തിട്ട് ആ സ്ട്രക്ചറിൻ്റെ പേര് എന്താണെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. ബുക്ക് ബാങ്ക് എന്ന് ആ ഒരു പേര് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ആദ്യം ഡാറ്റ ടൈപ്പ്, ഓരോ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് ആ വേരിയബിൾ അല്ലെങ്കിൽ അറേ, ക്യാരക്ടർ അറേ ആണെങ്കിൽ അറേ നമ്മളോട് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ 2 ക്യാരക്ടർ അറേ ഡിഫൈൻ ചെയ്തു, പിന്നെ 2 ഇൻറ്റീജേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തു, പിന്നെ ഫ്ലോട്ട് ആയിട്ടും ഡിഫൈൻ ചെയ്തു. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഈ സെമി കോളൻ, ഇത് വിട്ടുപോകാൻ പാടില്ല, സെമി കോളനും കൂടെ ഇവിടെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനും മുന്നെയാണ് ഈ ഒരു സംഭവം നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ സംഭവം നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയത്. അതുപോലെ തന്നെയാണ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ സ്ട്രക്ട് എന്ന വേർഡിന് പകരം യൂണിയൻ എന്ന വേർഡ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രക്റ്റിന് പകരം നമ്മളിവിടെ യൂണിയനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് യൂണിയൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പേര് നമുക്ക് സ്ട്രക്ചറിന് കൊടുത്ത പോലെ തന്നെ യൂണിയനായി അതിനൊരു പേര്, യുണീക്കായിട്ടുള്ളൊരു പേര് നമ്മളിവിടെ കൊടുക്കുന്നു. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ വേരിയബിൾസ്, ഇതിനെ നമ്മൾ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിനെ മെമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂണിയൻ്റെ മെമ്പേഴ്സ്, ഈ മെമ്പേഴ്സിനെ ഏത് ഡാറ്റ ടൈപ്പിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളോട് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ഇടുന്നു, കേളി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് സെമി കോളനും കൊടുക്കുന്നു. ഇങ്ങനെ തന്നെയാണ് നമ്മൾ യൂണിയനും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതും മെയിൻ ഫംഗ്ഷൻ്റെ പുറമെ, അതായത് മെയിൻ ഫംഗ്ഷൻ്റെ മുന്നേ തന്നെയാണ് യൂണിയൻ, അതും നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്ട്രക്ചറിന് ഉപയോഗിച്ച് അതേ പ്രോഗ്രാം തന്നെ യൂണിയനിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഔട്ട്പുട്ട് നിങ്ങളിപ്പോൾ നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. നമ്മളുടെ യൂണിയൻ്റെ ആ ഒരു സംഭവം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ സംഭവം മെയിൻ ഫംഗ്ഷൻ്റെ പുറത്ത്, അതായത് മെയിൻ ഫംഗ്ഷന് മുന്നേ തന്നെയാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. അതായത് സ്ട്രക്ചർ മെൻഷൻ ചെയ്ത പോലെ തന്നെ
മെയിൻ ഫംഗ്ഷന് മുന്നേ തന്നെ നമ്മൾ യൂണിയനും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് യൂണിയൻ്റെ അകത്തുള്ള വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ സ്ട്രക്ചർ ആയിരുന്നുവെങ്കിൽ സ്ട്രക്ചർ എന്ന് എഴുതി ഏത് സ്ട്രക്ചറാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ വേരിയബിൾസ് ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ യൂണിയനിലും യൂണിയൻ എന്ന കീവേഡ് എഴുതി യൂണിയൻ്റെ പേര് എന്താണ്, നമ്മളിവിടെ ബുക്ക് ബാങ്ക് എന്ന യൂണിയനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ബുക്ക് ബാങ്ക് എന്ന യൂണിയൻ ബേസ് ചെയ്ത് ഇത്രയും വേരിയബിൾസിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് ഞാനിവിടെ കാണിച്ചത്. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്ന 3 വേരിയബിൾസ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ആ ഓരോ വേരിയബിൾസിൻ്റെയും ഈ മെമ്പേഴ്സിനെ നമുക്കിതാ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ബുക്ക് 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ബുക്ക് 1 ആദ്യത്തെ വേരിയബിളാണ്. ബുക്ക് 1 ഡോട്ട് പേജസ്, അതായത് ഈ ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന യൂണിൻ്റെ അകത്ത് പേജസ് എന്ന് പറയുന്ന ആ ഒരു മെമ്പറിനെയാണ് ഈ ബുക്ക് 1 ഡോട്ട് പേജസ് എന്നുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ ബുക്ക് 1 ഡോട്ട് എഡിഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് 1 എന്ന് പറയുന്ന യൂണിയൻ, ബുക്ക് 1 എന്ന് പറയുന്നത് ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന യൂണിയനെ ബേസ് ചെയ്താണ്. അതിൻ്റെ അകത്ത് എഡിഷൻ എന്ന് പറയുന്ന മെമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബുക്ക് 1 ഡോട്ട് എഡിഷൻ. നമ്മുടെ സ്ട്രക്ചറിലും ഇതേ സംഭവം തന്നെയായിരുന്നു, ഇതേ സിൻറ്റാക്സ് തന്നെയായിരുന്നു, ഇതേ രീതി തന്നെയായിരുന്നു ഓരോ മെമ്പേഴ്സിനെ ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബുക്ക് 1 ഡോട്ട് എഡിഷൻ എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്തുള്ള ഓരോ വേരിയബിൾ ഓരോ മെമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ബുക്ക് 1 ഡോട്ട് പേജസ് ഈക്വൽ ടു 170 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 170 എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റീജർ നമ്പർ ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് പേജസ് എന്ന് പറയുന്ന മെമ്പറിലോട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. ഇത് 170. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബുക്ക് 1 ഡോട്ട് എഡിഷൻ ഈക്വൽ 2021 എന്ന് കൊടുക്കുന്നുണ്ട്. അതായത് ഈ എഡിഷൻ എന്ന് പറയുന്ന മെമ്പർ ബുക്ക് 1 എന്ന് പറയുന്ന വേരിയബിളിൽ എഡിഷൻ എന്ന് പറയുന്ന മെമ്പറിലോട്ട് 2021 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്റ്റോർ ആവുന്നത്. ഇനി അടുത്തത് നമുക്കൊരു പർട്ടിക്കുലർ ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു സ്ട്രിങ് ഡാറ്റയെ നമുക്ക് ബുക്ക് 1 ഡോട്ട് ടൈറ്റിലോട്ട് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ നമുക്ക് കൊടുക്കാനൊക്കത്തില്ല, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമുക്ക് കൊടുക്കാനൊക്കത്തില്ല, കാരണം ഇതൊരു ക്യാരക്ടർ അറേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സ്ട്രിങ് ഡാറ്റ കൊടുക്കാനൊക്കത്തില്ല. പകരം സ്ട്രിങ് കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചറിൽ യൂസ് ചെയ്ത അതേ രീതി തന്നെയാണ്. സ്ട്രിങ് കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന മെൻഷൻ ചെയ്യുന്നതാണ്. ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന മെമ്പറിലോട്ടാണ് ഈ ഒരു സ്ട്രിങ് ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് എഴുതുന്നു, കോമ ഇടുന്നു, എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന ഒരു സ്ട്രിങ് ഡാറ്റ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോൺ ഇടുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഡാറ്റ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു മെമ്പറിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഈ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ, ഈ ടൈറ്റിൽ എന്ന് പറയുന്ന മെമ്പറിന് 30 ആണ് സൈസ്, അതായത് 30 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം, 30 അല്ലെങ്കിൽ 29 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാം എന്നാണ് മീനിങ്. അപ്പോൾ അതിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ബുക്ക് 2 ഡോട്ട് പേജസ്, രണ്ടാമത്തെ വേരിയബിളായ ബുക്ക് 2-ലുള്ള പേജസ് എന്ന് പറയുന്ന മെമ്പറിലോട്ട് 180 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ ബുക്ക് 2 ഡോട്ട് പ്രൈസ് എന്നും പറഞ്ഞ് 200 എന്ന് പറയുന്ന വാല്യൂ ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്ത അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇത് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൽ ഉപയോഗിച്ച സെയിം പ്രോഗ്രാം തന്നെയാണ്. ഇനി നമ്മൾ ഈ പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്പർ ഓഫ് പേജസ് ഇൻ ബുക്ക് 1 എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് എന്താണ് കാണിക്കുന്നത്, %d എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് 1 ഡോട്ട് നമ്പർ ഓഫ് പേജസ് സത്യം പറഞ്ഞാൽ ആ പേജസിൻ്റെ ആ ഒരു മെമ്പർ ഫംഗ്ഷൻ ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ %d കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബുക്ക് 1 ഡോട്ട് പേജസ് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ %d സ്ഥാനത്ത് ബുക്ക് 1 ഡോട്ട് പേജസ് അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ബുക്ക് 1 ഡോട്ട് പേജസിൽ നമ്മൾ 170 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ 170 എന്നത് ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് നമ്മൾ കരുതുന്നത്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അടുത്ത പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ടൈറ്റിൽ ഓഫ് ബുക്ക് 1 എന്ന് പറഞ്ഞ് ഇവിടെ %s കൊടുത്തിട്ടുണ്ട്. അതായത് സ്ട്രിങ് ഡാറ്റയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്നിവിടെ നമ്മളിവിടെ കോമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് ഡാറ്റ എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ബുക്ക് 1 ഡോട്ട് ടൈറ്റിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ഈ strcpy സ്ട്രിങ് കോപ്പി എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഒരു സ്ട്രിങ് ആണ് ഈ ബുക്ക് 1 ഡോട്ട് ടൈറ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ \n എന്തിനാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ഈ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ \n കൊടുത്തിരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്ട്രക്ചറാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ അതായത് നമ്മൾ മുമ്പത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പ്രോഗ്രാമിൽ സ്ട്രക്ചർ ഉപയോഗിച്ചിരുന്ന പോലെയാണ് സ്ട്രക്ചറാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇത് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അല്ല, സ്ട്രക്ചറായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. നമ്പർ ഓഫ് പേജസ് ഇൻ ബുക്ക് 1 ഈക്വൽ ടു 170 എന്നും ടൈറ്റിൽ ഓഫ് ബുക്ക് 1 എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാമിംഗ് എന്നൊരു ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂണിയൻ ആണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം ഈ 2 ലൈനാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് പേജസ് ഇൻ ബുക്ക് 1 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു റാൻഡം നമ്പറാണ് അവിടെ ഡിസ്പ്ലേ ആയി വന്നത്. സത്യം പറഞ്ഞാൽ 170 ആയിരിക്കണമായിരുന്നു ഡിസ്പ്ലേ ആവേണ്ടത്. നമ്മളിവിടെ കറക്റ്റായിട്ട് ബുക്ക് 1 ഡോട്ട് പേജസ് എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തത്.
ബുക്ക് വൺ ഡോട്ട് പേജസിൽ 170 എന്ന വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയപ്പോഴേക്കും ഇത് ഇങ്ങനെ ഒരു റാൻഡം നമ്പറാണ്, ഇങ്ങനെ വലിയ എത്ര ഡിജിറ്റ് ആണെന്ന് തന്നെ അറിയത്തില്ല, 8-10 ഡിജിറ്റ് ഉള്ള ഒരു റാൻഡം ഇൻറ്റീജർ നമ്പറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ടൈറ്റിൽ ഓഫ് ബുക്ക് വൺ എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഓൺ സി പ്രോഗ്രാം, അതായത് ബുക്ക് വൺ ഡോട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു മെമ്പർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിംഗ് ഡാറ്റ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബുക്ക് വൺ ഡോട്ട് ടൈറ്റിൽ എന്നുള്ളത് ആ ഒരു സംഭവം കറക്റ്റായിട്ട് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ബുക്ക് വൺ ഡോട്ട് പേജസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ വേറെ എന്തോ ഒരു റാൻഡം ഇൻറ്റീജർ വലിയൊരു നമ്പറാണ് ഡിസ്പ്ലേ ചെയ്ത് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതവിടെ വരാത്തത്? നമ്മളിവിടെ സ്ട്രക്ചറായിട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ കറക്റ്റായിട്ട് വാല്യൂ വന്നതിന് യൂണിയൻ കൊടുത്തപ്പോൾ അങ്ങനെ ഒരു വാല്യൂ വന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈ സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവിടെ തെറ്റായിട്ടൊരു ഔട്ട്പുട്ട് ഈ ആദ്യത്തെ വേരിയബിളിന് മാത്രം, അതായത് ബുക്ക് വൺ ഡോട്ട് പേജസ് എന്ന് പറയുന്ന വേരിയബിളിന് തെറ്റായിട്ടൊരു ഔട്ട്പുട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ബേസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. സ്ട്രക്ചർ യൂണിയനെ നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. ഈ ഓരോ വേരിയബിൾസ്, ഓരോ ഡാറ്റ ടൈപ്പിലുള്ള ഓരോ വേരിയബിൾസിനും ഓരോ സൈസ് ഉണ്ട്. എത്ര ബൈറ്റ് വെച്ചിട്ടാണ് സൈസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഇതിൻ്റെ വാല്യൂ ഈ വേരിയബിളിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് മെമ്മറി സ്പേസ് അത് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കണം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കമ്പൈലർ ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഓരോ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. ഓരോ വേരിയബിളിനും ഓരോ മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. നമ്മൾ സാധാരണ ഈ ഇൻറ്റീജർ വേരിയബിളാണ് എങ്കിൽ, ഒരു പർട്ടിക്കുലർ വേരിയബിൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ, ആ ഇൻറ്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് സാധാരണ 2 ബൈറ്റാണ് മെമ്മറി നമ്മൾ അലോട്ട് ചെയ്ത് വയ്ക്കുന്ന 2 ബൈറ്റ് സ്റ്റോറേജാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ചില കമ്പ്യൂട്ടേഴ്സിൽ 4 ആയിരിക്കാം, അത് വിടുക. സാധാരണ 2 ബൈറ്റാണ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസിന് അലോട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റ് പേജസ് ഉള്ള അത് സ്റ്റോർ ചെയ്യാനായിട്ട് 2 ബൈറ്റ് മെമ്മറി വേണ്ടി വരും. അതുപോലെ തന്നെ എഡിഷൻ എന്ന് പറയുന്ന ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യാനും 2 ബൈറ്റ് സ്റ്റോറേജ് വേണ്ടി വരും. അതേസമയം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ 4 ബൈറ്റ് സ്റ്റോറേജ് അതവിടെ അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും എന്നാണ് പറയുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് 4 ബൈറ്റ് സ്റ്റോറേജ് അവിടെ മാറ്റി വയ്ക്കും. അതേസമയം അറേയുടെ കേസ് വരികയാണെങ്കിൽ അറേയുടെ സൈസ് എത്രയാണോ അത്രയും ബൈറ്റ് സ്റ്റോറേജ് ആയിരിക്കും അതിന് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. സാധാരണ ഒരു ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കും സത്യം പറഞ്ഞാൽ മാറ്റി വയ്ക്കുന്നത്. ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ അതിൽ ഒരു ക്യാരക്ടർ ആണല്ലോ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് 1 ബൈറ്റ് മെമ്മറി ആയിരിക്കും അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു ക്യാരക്ടർ അറേയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറേയുടെ സൈസ് എത്രയാണോ അത്രയും ബൈറ്റ് സ്റ്റോറേജ് ആയിരിക്കും അതവിടെ അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം 30 സൈസുള്ള ഒരു ക്യാരക്ടർ അറേയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യാനായിട്ട് 30 ബൈറ്റ് അവിടെ അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അറേ എന്ന് പറയുന്നത് 20 ആണ് അതിൻ്റെ സൈസ്, അതായത് 20 ബൈറ്റ് സ്റ്റോറേജ് ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിന് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം തന്നെയാണ് ഈ സ്ട്രക്ചറിന് വരുന്നത്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ആരോ ഇട്ട് മാർക്ക് ചെയ്ത് ഇവിടെ വാല്യൂസ് മെൻഷൻ ചെയ്ത് എന്നേ ഉള്ളൂ. ഇതേ സംഭവം ഇതേ വാല്യൂസ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ആരോ ഒക്കെ ഇട്ട് ഇവിടെ മെൻഷൻ ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാനായിട്ട് 2 ബൈറ്റ് ആയിരിക്കും മെമ്മറി ആയിരിക്കും അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ആണെങ്കിൽ 4 ബൈറ്റ് വരെ അലോട്ട് ചെയ്ത് വെച്ചിരിക്കും. ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കും വാല്യൂ വെച്ചിരിക്കുന്നത്. ഇവിടെ അത് കാണിച്ചിട്ടില്ല, ക്യാരക്ടർ വേരിയബിൾ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ക്യാരക്ടർ അറേയാണ് കാണിച്ചിരിക്കുന്നത്. ക്യാരക്ടർ അറേയാണെങ്കിൽ അറേയുടെ സൈസ് എത്രയാണോ അത്രയും ബൈറ്റ് മെമ്മറി ആയിരിക്കും അത് അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ആയിരുന്നാൽ യൂണിയൻ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്യുമ്പം വാല്യൂ കിട്ടുന്ന വാല്യൂ എത്ര പറഞ്ഞാൽ അതായത് 30 + 20 + 2 + 2 + 4 എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോഴേക്കും 58 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. ഇവിടെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഓരോന്നും ഈ ഇത്രയും വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് 58 ബൈറ്റ് സ്റ്റോറേജ് അതവിടെ അലോട്ട് ചെയ്ത് വെച്ചിരിക്കും. ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിൽ ഓരോ വേരിയബിൾസും സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ സൈസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഉള്ള മെമ്മറി എത്ര വേണ്ടി വരുമോ അത്രയും മെമ്മറി അതവിടെ അലോട്ട് ചെയ്ത് വെച്ചിരിക്കും ആദ്യമേ തന്നെ. അങ്ങനെയാണ് ഈ സ്ട്രക്ചറിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഓരോന്നും സ്റ്റോർ ചെയ്യാനായിട്ട് എല്ലാം കൂടെ കൗണ്ട് ചെയ്തെടുക്കുമ്പോഴേക്കും 58 ബൈറ്റ് സ്റ്റോറേജ് വേണ്ടി വരും. ഈ ഒരു ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ അതിൻ്റെ അകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് 58 ഇത് സ്റ്റോർ ചെയ്യേണ്ടി വരും. 58 ബൈറ്റ് അവിടെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതേസമയം യൂണിയനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതല്ല രീതി. യൂണിയനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം ബൈറ്റ് സ്റ്റോറേജ് വരുന്ന വേരിയബിൾ ഏതാണോ അത്രയും മെമ്മറി മാത്രമേ അത് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കത്തുള്ളൂ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പം ഈ ക്യാരക്ടർ അറേയായ 30 സൈസുള്ള ക്യാരക്ടർ അറേക്കാണ് ഏറ്റവും മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യൂണിയനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ യൂണിയൻ്റെ അകത്തുള്ള ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു യൂണിയനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് അത്രയും
ബൈറ്റ് മാത്രമേ അത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വയ്ക്കത്തുള്ളൂ. മാക്സിമം ഏതിലാണോ വരുന്നത്, ഈ കാണിച്ചിരുന്ന മെമ്പേഴ്സിൽ മാക്സിമം മെമ്മറി ഏതാണോ വേണ്ടി വരുന്ന അതിൻ്റെ സൈസായിരിക്കും ആ യൂണിയൻ്റെ സൈസായിട്ട് ആ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ബുക്ക് ബാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് 58 ബൈറ്റ് മെമ്മറി അത് സെപ്പറേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് അത് യൂണിയനായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിൽ ഏറ്റവും മാക്സിമം വാല്യൂ വരുന്ന ഏറ്റവും മാക്സിമം മെമ്മറി വേണ്ടി വരുന്ന വാല്യൂ എത്രയാണോ ആ വാല്യൂ ആയിരിക്കും അതവിടെ അലോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അല്ലാതെ ഫുള്ള് ടോട്ടൽ കൗണ്ട് ചെയ്തെടുക്കത്തില്ല. പകരം മാക്സിമം എവിടെയാണോ വരുന്നത് ആ വാല്യൂ ആയിരിക്കും ആ യൂണിയൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ആയിട്ട് അവർ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ബേസ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അതായത് പറഞ്ഞു വരുമ്പം ഈ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ മെമ്മറി സ്പേസ് ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓരോ ഡാറ്റയും സ്റ്റോർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മെമ്മറി അതവിടെ അലോക്കേറ്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കും. ആദ്യത്തേതിന് 30 മെമ്മറി സ്റ്റോറേജ് അത് കാണും. അടുത്ത സ്റ്റോർ ചെയ്യാൻ 20 ബൈറ്റ് മെമ്മറി അവിടെ കാണും. അടുത്ത ഇൻറ്റീജേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് വീണ്ടും 2 വച്ച് വീണ്ടും അവിടെ ഉണ്ടായിരിക്കും. ഫ്ലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പിന്നെ ഒരു 4 എണ്ണം കാണും. അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് 58, ഇവിടുത്തെ ഈ കേസിലാണെങ്കിൽ 58 ബൈറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. പക്ഷേ യൂണിയനിലാണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനൊന്നും കൊടുക്കത്തില്ല. സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ ഷെയർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കൂടെ ഷെയർ ചെയ്താണ് ആ മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മാക്സിമം ഏത് മെമ്പറിനാണോ വരുന്ന ആ വാല്യൂ ആയിരിക്കും ആ യൂണിയൻ എന്ന് പറയുന്ന സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പം അതിനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിലും ഓതറും ഇല്ല എന്ന് കരുതുക. ഈ ആദ്യത്തെ 2 എണ്ണം ഇല്ല എന്ന് കരുതുക. ബാക്കിയുള്ള 3 എണ്ണം മാത്രമേ യൂണിയൻ്റെ അകത്തുള്ളൂ എങ്കിൽ ഈ യൂണിയനിൽ അലോട്ട് ചെയ്യിക്കുന്ന മെമ്മറി സ്പേസ് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. കാരണം ഇവിടെ ഇത് ഇൻഡ് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ 2 ആണ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണെങ്കിൽ 4 മെമ്മറി സ്പേസ് വെച്ചിട്ടാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ എങ്കിൽ മാക്സിമം വാല്യൂ വരുന്ന ഈ 4 ആണ്. മാക്സിമം മെമ്മറി എടുക്കുന്നത് ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനുള്ള 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന സൈസിൻ്റെ അകത്തായിരിക്കണം നമുക്ക് ഈ 3 വാല്യൂയും കൂടെ സ്റ്റോർ ചെയ്യേണ്ടി ആ ഒരു അവസ്ഥ വരുന്നത്. യൂണിയൻ ആണെങ്കിൽ ആ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാത്തിനും കൂടെ ഷെയർ ചെയ്താണ് മെമ്മറി, അതായത് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ളൊരു മെമ്മറിയാണ് യൂണിയനാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇൻ സ്ട്രക്ചേഴ്സ് each members has its own storage location, whereas all the members of a union uses the same location. സ്ട്രക്ചർ ആണ് എങ്കിൽ ഓരോ മെമ്പറിനെയും അതിൻ്റെ ആ വേരിയബിളിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ മെമ്മറി ആയിരിക്കും അത് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 58 എല്ലാം കൂടെ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 58 വരുന്നുണ്ട്. അത്രയും മെമ്മറി തന്നെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഈച്ച് മെമ്പർ ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റോറേജ് ലൊക്കേഷൻ. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കും. ടൈറ്റിൽ സെപ്പറേറ്റ് 30 സ്പേസ് കാണും. ഓതറിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പിന്നെ 20 ബൈറ്റ് സ്റ്റോറേജ് സെപ്പറേറ്റ് ആയിട്ട് കാണും. ഈ പേജസിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പിന്നെ 2 ബൈറ്റ് സ്റ്റോറേജ് സെപ്പറേറ്റ് ആയിട്ട് കാണും. ഇത് എഡിഷൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് പിന്നെ ഒരു സെപ്പറേറ്റ് 2 ബൈറ്റ് കാണും. പിന്നെ ഈ പ്രൈസ് സ്റ്റോർ ചെയ്യാനായിട്ട് 4 ബൈറ്റ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അലോട്ട് ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മെമ്പേഴ്സിന് സ്റ്റോറേജ് മെമ്മറി ലൊക്കേഷൻ അലോട്ട് ചെയ്ത് വെച്ചിരിക്കും സ്ട്രക്ചറാണ് എങ്കിൽ. അതേസമയം യൂണിയൻ്റെ കേസിലാണെങ്കിൽ വെറാസ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ യൂണിയൻ യൂസസ് ദി സെയിം ലൊക്കേഷൻ. എല്ലാ മെമ്പേഴ്സിനും കൂടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ തന്നെ ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് സൈസ് ഏതിനാണോ വരുന്നത് ആ സൈസ് ആയിരിക്കും അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഷെയർ ചെയ്തായിരിക്കും ഈ യൂണിയനിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. In union, the size of the allocated common memory is equal to the size of the largest union member. ഇവിടെ ദിയേ ഉള്ളൂ, ഓ ഇല്ല. ഈക്വൽ ടു ദി സൈസ് ഓഫ് ദി ലാർജസ്റ്റ് യൂണിയൻ മെമ്പർ. യൂണിയൻ മെമ്പറിൽ ഏറ്റവും കൂടുതൽ സൈസ് ഏത് മെമ്പറിനാണോ വരുന്നത് ആ സൈസ് ആയിരിക്കും ആ യൂണിയനിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിഫറൻസ് ആണ് ഈ സ്ട്രക്ചർ യൂണിയനുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആ മെമ്മറി അലോക്കേഷനിലാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുക, ഇവിടെ ഞാനൊരു ചെറിയ ഈ 3 മെമ്പേഴ്സ് മാത്രമുള്ള ഒരു സ്ട്രക്ചറും യൂണിയനും ഞാനിവിടെ കൺസിഡർ ചെയ്യണം. 3 മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ക്യാരക്ടർ മെമ്പർ, ഒരു ഇൻറ്റീജർ മെമ്പർ, ഒരു ഫ്ലോട്ട് മെമ്പർ. രണ്ടിനും ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ ക്യാരക്ടർ ആണ് എങ്കിൽ അതിന് 1 ബൈറ്റാണ് അതിൻ്റെ സ്റ്റോറേജിന് വേണ്ടി വരുന്നത്. ഇൻറ്റീജർ ആണെങ്കിൽ 2 ബൈറ്റ് വേണ്ടി വരും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ 4 ബൈറ്റ് വേണ്ടി വരും. അപ്പോൾ സ്ട്രക്ചറാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എല്ലാം കൂടെ സം ചെയ്തെടുത്ത് ഒരു 7 ബൈറ്റ് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട്. അതായത് ക്യാരക്ടർ ആണെങ്കിൽ ഒരു മെമ്മറി ബൈറ്റ് സ്റ്റോർ ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് വയ്ക്കും. ഇൻറ്റീജർ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ പിന്നെ 2 ബൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഇതൊരു ബൈറ്റ് ആണെന്ന് കൺസിഡർ, ഓരോ കോളും ഓരോ ബൈറ്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഇൻറ്റീജർ സ്റ്റോർ ചെയ്യാനായിട്ട് 2 ബൈറ്റ് അവിടെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് വേറെ ഒരു 4 സെറ്റ് ഓഫ് ബൈറ്റ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് വാല്യൂയിലോട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 4 മെമ്മറി ലൊക്കേഷനിലായിരിക്കും ആ വാല്യൂ കയറി സ്റ്റോർ ആവുന്നത്. ഇൻഡ് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ഐയുടെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു 2 ബൈറ്റിലോട്ടായിരിക്കും ഐയുടെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്.
ഈ സി എന്ന് പറയുന്ന ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആ ഒരു വേരിയബിളിലോട്ട് ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റിലോട്ടായിരിക്കും ആ വാല്യൂ സ്റ്റോർ ആവുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മെമ്മറി സൈസ് അത് അലോട്ട് ചെയ്ത് വെച്ചിരിക്കും. അതുകൊണ്ട് തന്നെ സൈസ് കൂടുതലായിരിക്കും. അതേസമയം യൂണിയനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു മെമ്മറി അലോക്കേഷനാണ് കൊടുത്തിരുന്നത്. ആ കോമൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഏത് വേരിയബിളാണോ വരുന്നത്, ഏറ്റവും ഹയസ്റ്റ് ഏത് ഡാറ്റ ടൈപ്പിനാണോ വരുന്നത്, ആ വാല്യൂ ആയിരിക്കും ആ യൂണിയൻ്റെ സൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ക്യാരക്ടറിന് 1, ഇൻറ്റീജറിന് 2, ഫ്ലോട്ടിന് 4, അപ്പം 4 മാക്സിമം വന്നിട്ടുള്ളത്. ആ 4 എന്ന് പറയുന്ന സൈസ് 4 ബൈറ്റ് ആയിരിക്കും യൂണിയൻ്റെ അകത്തുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ബൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഒരു പർട്ടിക്കുലർ മെമ്മറിയിലോട്ടായിരിക്കും ആ സംഭവം കയറി സ്റ്റോർ ആകുന്നത്. ഇപ്പം ക്യാരക്ടർ വാല്യൂയിലോട്ട് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ക്യാരക്ടർ എ എന്നോ ബി എന്നോ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഈ ആദ്യത്തെ ബൈറ്റിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇൻറ്റീജർ i = 100 കൊടുക്കുകയാണെങ്കിൽ 100 എന്ന് പറയുന്ന വാല്യൂ ഇതിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 100 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്തല്ലോ, അതിനെ മായ്ച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ ആയിരിക്കും 100 എന്ന വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നേരത്തെ എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്തായിരിക്കും, അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അടുത്ത വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ക്യാരക്ടറിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു, അത് കഴിഞ്ഞ് ഇൻറ്റീജറിൻ്റെ ഈ ഒരു ഐയുടെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ക്യാരക്ടറിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് നമുക്കവിടെ നഷ്ടപ്പെടും, അതോടെ ഡിലീറ്റ് ആയിപ്പോവും. കാരണം അതിനെ ഓവർലാപ്പ് ചെയ്താണ് അല്ലെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്താണ് അടുത്ത വാല്യൂയോടെ റൈറ്റ് ചെയ്യുന്നത്, ആ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം എഫ് എന്ന് പറയുന്നത് ഒരു ഡെസിമൽ വാല്യൂ, ഇപ്പം 12.5 എന്നൊരു വാല്യൂ എഫിൻ്റെ വാല്യൂവിനായിട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും ഈ ഒരു മെമ്മറി ലൊക്കേഷൻ തന്നെയായിരിക്കും ക്യാരിയിങ് സ്റ്റോർ ആകുന്നത്. അങ്ങനെ സ്റ്റോർ ആകുന്ന സമയത്ത് നേരത്തെ ഇൻറ്റീജറിന് എന്തെങ്കിലും വാല്യൂ കൊടുത്തിരുന്നുവെങ്കിൽ അതും അവിടെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ഈ മെമ്മറി ലൊക്കേഷനിലോട്ട് ഈ ഫ്ലോട്ടിൻ്റെ വാല്യൂ അങ്ങ് സ്റ്റോർ ആവുന്നത്. അപ്പം ഓരോ തവണയും നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴേക്കും പഴയ ഏതെങ്കിലും മെമ്പറിന് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിലോട്ട് കയറി സ്റ്റോർ ആവുന്നത്. അതായത് ഈ യൂണിയൻ ക്യാൻ ഹാൻഡിൽ ഓൺലി 1 മെമ്പർ അറ്റ് എ ടൈം. അതായത് ഒരു പർട്ടിക്കുലർ മെമ്പറിൻ്റെ വാല്യൂ മാത്രമേ യൂണിയന് ഒരു സമയം സ്റ്റോർ ചെയ്യാനൊക്കത്തുള്ളൂ. അടുത്തൊരു മെമ്പറിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നേരത്തെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ റീപ്ലേസ് ചെയ്തായിരിക്കും അതവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു ബേസ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ഈ സ്ട്രക്ചറും യൂണിയൻ തമ്മിലുള്ളത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡിഫറൻസ് ആണ് എങ്കിലും അത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ഇതാണ് സ്ട്രക്ചറും യൂണിയൻ തമ്മിലുള്ള ബേസ് ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്. ഈ മെമ്മറി അലോക്കേഷനിൽ സ്ട്രക്ചറിൽ ഓരോ മെമ്പറിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ അലോട്ട് ചെയ്തിരിക്കും. പക്ഷേ യൂണിയനിലാണെങ്കിൽ അങ്ങനെയല്ല, കോമൺ ആയിട്ടായിരിക്കും ആ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമൊന്നെന്ന് പറഞ്ഞാൽ അടുത്തൊരു മെമ്പറിന് ലൊക്കേഷൻ അതിലോട്ട് വാല്യൂ ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നേരത്തെ ഏതെങ്കിലും മെമ്പറിന് ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ആകും, അതങ്ങ് ഡിലീറ്റ് ആയി പോകും. പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാനോ വേറെ ഇടത്തോട്ടും മാറ്റാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം നോക്കാം. നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റാൻഡം നമ്പർ വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇവിടെ നോക്കുക, ഇവിടെ book1.pages എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് നമ്മൾ ഈ 170 നമ്മൾ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് book1.edition എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പം തന്നെ ഈ വാല്യൂ അവിടെ റീപ്ലേസ് ആയി കഴിഞ്ഞു. പിന്നെ ഈ 170 അവിടെ കാണത്തില്ല. കാരണം 170 എന്ന് പറയുന്ന അതിൽ ആ സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂവിനെ റീപ്ലേസ് ചെയ്താണ് ഈ 2021 എന്ന് പറയുന്ന വാല്യൂ അവിടെ കയറി സ്റ്റോർ ആയത്. അതിനുശേഷം അടുത്തത് book1.title എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സ്ട്രിംഗ് ഡാറ്റയെ നമ്മൾ അവിടെ കയറി സ്റ്റോർ ചെയ്തു. അപ്പോഴത്തേക്കും ഈ 2021 എന്ന് പറയുന്ന ഡാറ്റയും ഓവർ റൈഡ് ചെയ്ത് കഴിഞ്ഞു, അതും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്ട്രിംഗ് ഡാറ്റ വെച്ച് റീപ്ലേസ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഈ book1.pages ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വന്നാൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള വാല്യൂ, കാരണം അവിടെ ഈ സ്ട്രിംഗ് ഡാറ്റയാണ് സത്യം പറഞ്ഞാൽ കിടക്കുന്നത്. ഈ സ്ട്രിംഗ് ഡാറ്റയെ ഈ ഒരു %d വെച്ച് ഇൻറ്റീജർ വാല്യൂ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു എന്തോ റാൻഡം വാല്യൂ ഇവിടെ വന്നത്. കാരണം അവിടെ സ്ട്രിംഗ് ഡാറ്റ കിടക്കുകയാണ്, ആ സ്ട്രിംഗ് ഡാറ്റ ഇൻറ്റീജർ വാല്യൂ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ റാൻഡം നമ്പർ വലിയ ഡിജിറ്റ് ആയിട്ട് വന്നത്. കാരണം അവിടെ സത്യം പറഞ്ഞാൽ ഈ book1.pages എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ സ്റ്റോറായി കിടപ്പില്ല, കാരണം അപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റാൻഡം നമ്പർ വന്നത്. അതേസമയം book1.title എന്നുള്ള ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാൽ കറക്റ്റ് വാല്യൂ വരും. കാരണം ഇപ്പം ആ book1.title ആ book1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഈ ഏറ്റവും അവസാനം സ്റ്റോർ ചെയ്ത മെമ്പർ എന്ന് പറയുന്നത് ഈ book1.title ആണ്. അപ്പോൾ അത് ഒന്ന് റീപ്ലേസ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂ മാത്രം കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നോളൂ. ഇപ്പം book1. ഇപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞിട്ട് book2.pages എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാൽ ഒരു പക്ഷേ ഈ ഒരു 200 എന്ന വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. കാരണം book2.pages ആ വാല്യൂ റീപ്ലേസ് ചെയ്താണ് book2.price എന്ന് പറയുന്ന അതിൽ ഈ 200 എന്ന വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ book2.pages എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാൽ 200 എന്ന വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്തത്. കാരണം ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ 200 എന്ന വാല്യൂ ആണ് ആ സമയത്ത് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിയനും സ്ട്രക്ചറും തമ്മിലുള്ള ബേസ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. നമുക്ക് ചെറിയ ഒരു എക്സാമ്പിൾ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ യൂണിയൻ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഐറ്റം എന്ന പേരിലാണ് യൂണിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 ഇൻറ്റിജർ
വേരിയബിൾസ് ഇവിടെ ഇൻറ്റീജർ മെമ്പേഴ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ എന്നും ഡിജിറ്റ് എന്നും പേരുള്ള 2 ഇൻറ്റീജർ മെമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂണിയൻ ഐറ്റം എന്ന് പറയുന്ന യൂണിയൻ ബേസ് ചെയ്ത് ഒരു വേരിയബിളിന് example1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഐറ്റം എന്ന് പറയുന്ന യൂണിയൻ ബേസ് ചെയ്ത്. എന്നിട്ട് example1.number എന്ന് പറയുന്ന ആ മെമ്പറിലോട്ട് 5 എന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുന്നു. ഇവിടെ printf എന്ന് പറഞ്ഞ് %d കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് example1.number എന്ന ഈ നമ്പർ എന്ന് പറയുന്ന അതിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തത് ഈ example1.digit രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത example1.digitലോട്ട് 10 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ അത് റൈറ്റ് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും example1.number നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്തല്ലോ, example1.number എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ example1.digit ഇപ്പം നമ്മൾ സ്റ്റോർ ചെയ്ത് example1.digit എന്നതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പം ആദ്യം അത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ആദ്യം ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് നമുക്കിവിടെ 5 എന്ന് വരും. കാരണം example.1 എന്ന് പറയുന്ന ആ വേരിയബിളിലോട്ട് 5 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. അത് അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴേക്കും 5 എന്ന് വരും. എന്നിട്ടാണ് അടുത്ത example1.digit = 10 ഡിജിറ്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ വേരിയബിളിലോട്ട് 10 എന്ന വാല്യൂ സ്റ്റോർ ആകുന്നത്. അപ്പോൾ നടക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്താണ് 10 എന്ന് പറയുന്നത് അത് അവിടെ സ്റ്റോർ ആകുന്നത്. എന്നിട്ട് നമ്മളുടെ example.1 എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ 10 എന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. നമ്മൾ ആക്ച്വലി ഡിജിറ്റ് example1.digitലോട്ടാണ് 10 സ്റ്റോർ ചെയ്തത്. പക്ഷേ അത് സ്റ്റോർ ചെയ്തതും ഈ example1.number എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ ലൊക്കേഷനിലോട്ടാണ് ഇത് കയറി സ്റ്റോർ ചെയ്തത്. കാരണം എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടുള്ള ലൊക്കേഷൻ ആണല്ലോ. ഇനി example1.number എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ അത് 10 എന്ന വാല്യൂ ആണ് അവിടെ വരുന്നത്. കാരണം ആ സമയത്ത് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന 10 എന്ന വാല്യൂ ആണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. example1.digit എന്ന ആ വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കിയാലും 10 തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ആ മെമ്മറി ലൊക്കേഷൻ 10 എന്ന വാല്യൂ ആണ് കിടക്കുന്നത്, അതോടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇതാണ് യൂണിയനും സ്ട്രക്ചറും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ രീതിയിലുള്ള പ്രോഗ്രാമിങ്ങിന് നമ്മൾ സ്ട്രക്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ മെമ്മറി ഷെയറിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള പ്രോഗ്രാമിങ്ങിൽ സ്ട്രക്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറും യൂണിയനും ഒരേപോലെയൊക്കെ തന്നെയാണ്. അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കിങ്ങൊക്കെ ഏകദേശം ഒരേപോലെയാണ് എങ്കിൽ പോലും ഈ സ്റ്റോറേജിൻ്റെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ആ ഒരു പ്രത്യേകത, അതൊരു ഡിഫക്റ്റ് ആയിട്ടല്ല പറയുന്നത്, അതൊരു ലിമിറ്റേഷൻ ആയിട്ടല്ല പറയുന്നത്, അതൊരു പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. അതിന് വേണ്ടി ആ ഒരു പ്രത്യേക രീതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ യൂണിയൻ എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതൊരു പ്രത്യേകതയായിട്ട് വേണം പറയാൻ യൂണിയൻ്റെ, അല്ലാതെ അതൊരു ഡിഫക്റ്റ് ആയിട്ടോ ലിമിറ്റേഷനോ ആയിട്ടോ അല്ല പറയേണ്ടത്. അപ്പോൾ ഒരു സാധാരണ പ്രോഗ്രാമിൽ നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ച് സാധാരണ പ്രോഗ്രാം എഴുതാറുള്ളൂ. അല്ല നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിൽ യൂണിയനൊക്കെ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതി ഇങ്ങനത്തെ എറേഴ്സൊക്കെ തെറ്റായിട്ടുള്ള റിസൾട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ സ്ട്രക്ചേഴ്സാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അതേസമയം യൂണിയൻ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ എംബഡഡ് പ്രോഗ്രാമിങ്ങിലാണ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. ആ എംബഡഡ് പ്രോഗ്രാമിങ് കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എംബഡഡ് പ്രോഗ്രാമിംഗ് നമുക്ക് എംബഡഡ് പ്രോഗ്രാമിംഗ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ എംബഡഡ് പ്രോഗ്രാമിങ്ങിൽ ഈ മെമ്മറിയും കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എംബഡഡ് പ്രോഗ്രാമിങ്ങിലാണ് യൂണിയൻ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ ഈ പഠിക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള നോർമലായിട്ടുള്ള പ്രോഗ്രാമിങ്ങിലെല്ലാം സ്ട്രക്ചറേ സാധാരണ യൂസ് ചെയ്യത്തുള്ളൂ, യൂണിയൻ സാധാരണ യൂസ് ചെയ്യാറില്ല. ഇനി എക്സാമിന് യൂണിയൻ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ യൂണിയൻ കാണിച്ച് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതേണ്ടി വരും. പക്ഷേ അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ആ ഒരു സംഭവം നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ യൂണിയനും സ്ട്രക്ചറും വെച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല. കാരണം ഇനിയും പ്രോഗ്രാം ഓരോന്നായിട്ട് കാണിച്ചതല്ല, ഓരോ ലൈൻ ബൈ ലൈൻ, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഏകദേശം ബേസ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഓരോ ടോപ്പിക്കും എന്താണ് അതിൻ്റെ ലോജിക്ക് മാത്രം പറഞ്ഞു തന്നാൽ മതി, ബാക്കി നിങ്ങളാണ് പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇനിയും ഈ യൂണിയനും സ്ട്രക്ചറും ബേസ് ചെയ്ത് 3-4 എക്സാമ്പിൾ പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്നെ നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടേ ഉള്ളൂ. സിമ്പിളാണ് എന്തായാലും. അപ്പോൾ അത് നിങ്ങൾ എന്നെ നോക്കുക. അപ്പോൾ ഇതാണ് യൂണിയനും സ്ട്രക്ചറും എന്ന സംഭവം. ഇതിൻ്റെ ഡിഫറൻസ് എഴുതാനായിട്ടൊരു 4-5 സെൻറ്റൻസുകൾ പഠിച്ചു വയ്ക്കുക. എക്സാമിന് ചിലപ്പോൾ യൂണിയൻ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മേ ബി ചോദിക്കാം 3-4 മാർക്സിന്. അപ്പോൾ എഴുതാനായിട്ട് കുറച്ച് സംഭവം ഒരു 4-5 പോയിൻറ്റ്സ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതാണ് യൂണിയനും സ്ട്രക്ചറും എന്ന് പറയുന്ന 2 ടോപ്പിക്ക്. അപ്പോൾ ഇതാണ് 4th മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.